തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ ഡിവൈഡർ തല്ലി തകർത്ത് മുൻ എം.എൽ.എ. അനിലക്കര PWD റോഡിൽ U-ടേൺ അടച്ചതിൽ മുൻ എം.എൽ.എ. അനിലക്കരയുടെ പ്രതിഷേധമാണ് കണ്ടത്. മുതുവറ ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന U-ടേൺ ആണ് അടച്ചു കെട്ടിയത്. തുടർന്ന് മുൻ എം.എൽ.എ. ഡിവൈഡർ തല്ലിപ്പൊളിക്കുകയായിരുന്നു. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയാണിത്. ഇത് മുതുവറയിലാണ് ഇന്ന് അനിലക്കര ഈ ഡിവൈഡർ തല്ലി തകർത്ത ഒരു സംഭവം ഉണ്ടായത്. അതിന് കാരണമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് തൃശ്ശൂരിൽ നിന്ന് മുതുവറ വഴി കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്നതാണ്. ഇവിടെ മുതുവറ ശിവക്ഷേത്രമുണ്ട്. ഈ ശിവക്ഷേത്രത്തിലേക്ക് കടക്കാനായി മുൻപ് ഇവിടെ നേരെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ U-ടേൺ എടുത്തുകൊണ്ട് ഈ ശിവക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കഴിയില്ല. അവിടെ മാത്രമാണ് U-ടേൺ എടുക്കാനുള്ള സ്ഥലമുള്ളത്. ഇവിടേക്ക് പോകാനായി കഴിയില്ല. മാത്രമല്ല, ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററോളം മാറി അല്ലെങ്കിൽ 1 കിലോമീറ്ററോളം മാറി U-ടേൺ എടുത്ത് ഇങ്ങോട്ടേക്ക് വരണം. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അനിലക്കര പറയുന്നത്. അതുകൊണ്ട് ഇത് കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഇവിടെ U-ടേൺ അനുവദിക്കാതെ ഇവിടെ പ്രവർത്തികൾ നടക്കുകയായിരുന്നു. ഇന്ന് രാവിലെ മുൻ എം.എൽ.എ. അനിലക്കര ഇതുവഴി വരുമ്പോൾ ഇവിടെ തൊഴിലാളികൾ നിന്ന് ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ജോലികളുടെ ചെയ്യുന്ന തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് തന്നെ അവരുടെ പണിയായുധം വാങ്ങി നേരെ ഈ ഭാഗം ഇടിച്ചു തകർക്കുകയായിരുന്നു. ഈ ഭാഗത്ത് ഡിവൈഡറിൻ്റെ ഒരു ഭാഗം കുറച്ച് ഭാഗം മാത്രമാണ് ഇടിച്ച് തകർത്തിട്ടുള്ളത്. ഇവിടേക്ക് പൂർണ്ണമായും U-ടേൺ അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് അനിലക്കര ഉന്നയിക്കുന്നത്. അത് പലതവണ പരാതി ഉൾപ്പെടെ പറഞ്ഞിട്ടും അതിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ തൻ്റെ ഒരു പ്രതിഷേധമാണ് എന്നുള്ള കാര്യമാണ് അനിലക്കര പറയുന്നത്. എന്തായാലും സംഭവത്തിൽ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ പരാതി നൽകിയിട്ടുണ്ട്. ഇനി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക പരിശോധന നടത്തി പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷമായിരിക്കും കേസെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുക. കേസെടുക്കുമ്പോൾ പൊതുമുതൽ നശിപ്പിച്ചതിന് തന്നെയായിരിക്കും മുൻ MLA-ക്കെതിരെ കേസെടുക്കുക. ഈ സ്ഥലത്ത് PWDയുടെ കീഴിലുള്ള ഈ റോട്ടിലാണ് ഇത്തരത്തിൽ ഈ ഡിവൈഡർ അടിച്ചു തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അങ്ങനെ കേസെടുക്കുകയാണെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള ഒരു വകുപ്പ് അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. PWD പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.